ഇൻഡേസ് 38 ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ കണക്ക് 2 ടൈപ്പ് കണക്ക് നമുക്ക് ചെയ്യാണ്ട്. അതിൽ ആദ്യത്തെ ടൈപ്പ് കണക്കാണ് അക്വിസിഷൻ ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ്. ഇൻടാഞ്ചിബിൾ അസറ്റ് നമ്മൾ അക്വയർ ചെയ്യുക, നമ്മൾ സ്വന്തമാക്കുക ഓൺ ഡിഫേർഡ് പേയ്മെൻറ്റ് ബേസിസ്. ഡിഫേർഡ് പേയ്മെൻറ്റ് ബേസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് EMI പോലുള്ള സംവിധാനങ്ങൾ യൂസ് ചെയ്ത് ലോൺ എടുക്കുന്ന മാതിരി ആദ്യം സാധനം വാങ്ങിയിട്ട് പിന്നെ അടവുകളായിട്ട് അടച്ചു തീർക്കുക, അത് ഭാവിയിൽ അടച്ചു തീർക്കുക. അടവ് എന്താണ്, പേയ്മെൻറ്റ് മാറ്റി വെക്കുന്നതിൻ്റെ പേര്, മാറ്റി വെക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഡിഫേർഡ് പേയ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഭാവിയിൽ പല അടവുകളായിട്ടാണ് ഈ പേയ്മെൻറ്റ് അടയ്ക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കണക്കാണ് നമുക്കിവിടെ ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ പറയുന്നത് ഓൺ 1st April 2016 റോഷൻ ലിമിറ്റഡ്, കമ്പനീൻ്റെ പേര് റോഷൻ ലിമിറ്റഡ്, അക്വയർഡ് പാറ്റൻറ്റ് ഫോർ ₹50 lakh. പാറ്റൻറ്റ് ഒരു ഇൻടാഞ്ചിബിൾ അസറ്റാണ്. ഓക്കെ, പാറ്റൻറ്റ് എന്താണ്, നമ്മൾ ഏതെങ്കിലും ഒരു സാധനം നമ്മൾ സ്വമേധയാ കണ്ടുപിടിച്ചെങ്കിൽ അത് പിന്നെ വിപണിയിൽ ഇറക്കാനുള്ള അവകാശം നമുക്ക് കിട്ടും. ഓക്കെ, അതിനുള്ള അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് മാത്രം കിട്ടും. അത് മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്താൽ നമുക്ക് എന്താണ് തുക കിട്ടും, വലിയൊരു തുക കിട്ടും. ഓക്കെ, അപ്പോൾ അതിൻ്റെ പേരാണ് പാറ്റൻറ്റ് എന്ന് വെച്ചാൽ. അപ്പോൾ അത്തരത്തിലൊരു പാറ്റൻറ്റ്, ആ പാറ്റൻറ്റ് ഒരു ഇൻടാഞ്ചിബിൾ അസറ്റാണ്. ഓക്കെ, അപ്പോൾ ആ പാറ്റൻറ്റിൻ്റെ തുക എന്ന് പറഞ്ഞാൽ 50 ലക്ഷം രൂപയാണ്. ഡൗൺ പേയ്മെൻറ്റ് ഓഫ് ഈസ് 20%. അപ്പോൾ 50 ലക്ഷത്തിൻ്റെ പാറ്റൻറ്റ് ആദ്യം തന്നെ അവർ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് തുടക്കത്തിൽ ഒരു കൊടുക്കുന്ന കാശ് എത്ര കൊടുക്കുന്നത്, അതിൻ്റെ 20% കൊടുക്കുന്നു. ആൻഡ് ബാലൻസ് ഷാൽ ബി പെയ്ഡ് ഓവർ 5 ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്സ്. 5 ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ടാണ് ബാലൻസ് കൊടുക്കുന്നത്. ഇൻക്രിമെൻ്റൽ ബോറോയിങ് കോസ്റ്റ് ഓഫ് ദി കമ്പനി ഈസ് 11%. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ച് വെക്കേണ്ടത്. 11% ആണ് ഇൻക്രിമെൻ്റൽ കോസ്റ്റ് ഓഫ് ബോറോയിങ് ആയിട്ട്, പെർസെൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് നമ്മൾ എന്താണ് ഈ പറയുന്ന ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ പ്രസൻറ്റ് വാല്യൂ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. 50 ലക്ഷം ആണെങ്കിൽ പോലും 50 ലക്ഷം നമ്മൾ ഭാവിയിലാണ് കൊടുക്കുന്നത്. ആ 50 ലക്ഷത്തിൻ്റെ പ്രസൻറ്റ് വാല്യൂ കാണണം. കാര്യം നമ്മൾ ഗഡുക്കളായിട്ട് ഓരോ പ്രതിവർഷം കൊടുത്തു തീർക്കുകയാണ്, 5 ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ടാണ് കൊടുത്തു തീർക്കുന്നത്. അപ്പോൾ 5 കൊല്ലം കഴിയുമ്പോൾ ഇന്നത്തെ 50 ലക്ഷത്തിൻ്റെ വാല്യൂ അല്ല 5 കൊല്ലം കഴിയുമ്പോൾ, അതിന് വാല്യൂവിന് ഇടിവ് വരും. അപ്പോൾ 5 കൊല്ലത്തിന് ശേഷം വരുന്ന 50 ലക്ഷം എന്ന് പറയുന്ന നേരത്ത് അതിൻ്റെ ഇന്നേക്കുള്ള വാല്യൂ അതിനേക്കാളും ചെറുതായിരിക്കും. അതാണ് നമ്മളിവിടെ കണ്ടെത്തേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനു മുൻപ് ഇങ്ങനത്തെ കണക്ക് കണ്ടിട്ടുണ്ട്. നമ്മൾ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിലും ഇതേപോലെ നമ്മളൊരു പ്രോപ്പർട്ടി പ്ലാന്റ് അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ് ആദ്യമേ വാങ്ങി അത് ഇൻസ്റ്റാൾമെൻറ്റിലാണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ കണ്ടിട്ടുണ്ട്. അതേ പ്രോബ്ലം തന്നെയാണ് ഇത് വരുന്നത്. ഓക്കെ, അതേ മെത്തഡോളജിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എത്ര വർഷങ്ങളായിട്ടാണ് ഇവർ കൊടുക്കുന്നത്? ആദ്യം തന്നെ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് ഒരു എമൗണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കുമ്പോഴാണ് അത് പ്രസൻറ്റ് അപ്പോൾ തന്നെ കൊടുക്കുന്നതാണ്. അപ്പോൾ അതൊരു വർഷം കഴിഞ്ഞിട്ടൊന്നുമില്ല, ആ സ്പോട്ടിൽ തന്നെ കൊടുക്കുന്നതാണ് ഡൗൺ പേയ്മെൻറ്റ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ 0 എന്ന് എഴുതുക. ഓക്കെ, 0 എന്ന് എഴുതുക. അതിനുശേഷം ശ്രദ്ധിക്കുക, പിന്നെ എത്ര ഇൻസ്റ്റാൾമെൻറ്റ്സിലാണ് ഈ പറയുന്ന നമ്മൾ വാങ്ങിയിരിക്കുന്ന പാറ്റൻറ്റിൻ്റെ എമൗണ്ട് നമ്മൾ കൊടുത്ത് തീർക്കുന്നത്? 5 വർഷങ്ങളാണ് നമ്മളെ ക്വസ്റ്റ്യനിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 1 2 3 4 5 5 വർഷങ്ങൾ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കാനുള്ളത് ഡൗൺ പേയ്മെൻറ്റ് എത്രയാണ് വരുന്നതെന്നാണ് നോക്കാനുള്ളത്. ഡൗൺ പേയ്മെൻറ്റ് എത്രയാണ് വരുന്നത്? നമ്മുടെ പാറ്റൻറ്റിൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ 50 lakh. 50 lakh അതിൻ്റെ 20% ആണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നത്. 50 lakhൻ്റെ 20% എത്രയാണെന്ന് വെച്ചാൽ 10 lakh ആണ്. അപ്പോൾ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് കൊടുക്കുന്നത് 10 lakh. അപ്പോൾ ഡൗൺ പേയ്മെൻ്റ് ആണ്, അതിന് നേരെ ഡൗൺ പേയ്മെൻ്റ് ആണെങ്കിൽ അതിന് നേരെ നമ്മൾ PV ഫാക്ടർ നേരെ 1 എന്ന് എഴുതിയാൽ മതി. കാര്യം അതായത് ഇന്നിപ്പോൾ നമുക്ക് കിട്ടുന്ന 10 ലക്ഷത്തിൻ്റെ വാല്യൂ എത്രയാണ്? 10 ലക്ഷം തന്നെയാണ്. അത് ഭാവിയിൽ പോകുമ്പോഴാണ് വാല്യൂ കുറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ 10 ലക്ഷത്തിനെ 1 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്ര വരും? 10 lakh തന്നെ വരും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പറയുന്നത് ഇനി ഇൻസ്റ്റാൾമെൻറ്റ്സ് നമുക്ക് എത്രയാണെന്ന് അറിയില്ല അല്ലേ?
ഇൻസ്റ്റാൾമെൻറ്റ്സ് എത്രയാണ് അടയ്ക്കുന്നത്, അതായത് ഈ 5 വർഷങ്ങൾ അടയ്ക്കുന്ന ഇൻസ്റ്റാൾമെൻറ്റ്സ് എത്രയാണ് നമുക്കറിയില്ല. അപ്പോൾ ആദ്യം തന്നെ ഈ 50 ലക്ഷത്തിൽ നിന്ന് 10 ലക്ഷം ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് അല്ലേ. 50 ലക്ഷത്തിൽ നിന്ന് 10 ലക്ഷം ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ആ കിട്ടുന്ന തുകേനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, വിച്ച് വിൽ ബി ഈക്വൽ ടു 40 lakh ഡിവൈഡ് ബൈ 5 ഈക്വൽ ടു 8 lakh. ഓക്കെ, പ്രതിവർഷം 8 ലക്ഷം കൊടുത്തെങ്കിലേ 5 കൊല്ലം കൊണ്ട് ഇൻസ്റ്റാൾമെൻറ്റ് തീർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ എല്ലാ കോളത്തിലും എത്ര എഴുതുക, 8 lakh എന്ന് എഴുതുക. ഓക്കെ, 8 lakh എന്ന് എല്ലാ കോളത്തിലും എഴുതുക. ഈ 5 കൊല്ലം കൊണ്ട് നമ്മൾ എന്താണ് ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്സ് ആകുമ്പോൾ 8 lakh വരുന്നത്. ഇനി ഈ 8 lakhൻ്റെ ഒക്കെ പി വി ഫാക്ടർ കാണാം. അപ്പോൾ പി വി ഫാക്ടർ കാണണമെങ്കിൽ പി വി ഫാക്ടർ മീൻസ് പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ. ഓക്കെ, നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണെന്ന് അറിയണം. ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, ശ്രദ്ധിക്കുക. ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് 11%. 11% ആണ് ഇൻട്രസ്റ്റ് റേറ്റ്. ദെൻ പി വി ഫാക്ടർ വിൽ ബി 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഈ 11നെ നമ്മൾ ചെയ്യാനുള്ളത് ഇവിടേക്ക് എഴുതുമ്പോൾ 11 ഡിവൈഡ് ബൈ 100 എന്ന് എഴുതണേ. അപ്പോൾ ഇവിടെ വരുന്ന നേരത്ത് 0.11 വരും. റേസ് ടു എൻ ആണ്, നമ്പർ ഓഫ് ഇയേഴ്സാണ്. ഏത് ഇയറിലാണ് വരുന്നത് ആ ഇയർ ആണ് ഈ റേസ് ടു കോളത്തിൽ എഴുതേണ്ടത്. ഇറ്റ് വിൽ ബി ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 1 ഡിവൈഡ് ബൈ 1.11 റേസ് ടു എൻ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര വരും എന്ന് വെച്ചാൽ here it is going to be 1 divided by 1.11 raised to 1. എത്ര കിട്ടുന്നത് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക, 1 ഡിവൈഡ് ബൈ 1.11 9009 അങ്ങനെ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ 9009 എന്ന് എഴുതിയാൽ മതി. റേസ് ടു 1 ആകുമ്പോൾ എന്താണ് ഇതേ എമൗണ്ട് തന്നെയാണ് വരിക. ഓക്കെ, റേസ് ടു 1 എന്താണ് സെയിം എമൗണ്ട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എഴുതുക 09009. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ വരുന്നത് 1 ഡിവൈഡ് ബൈ 1.11 റേസ് ടു 2, 1 ഡിവൈഡ് ബൈ 1.11 റേസ് ടു 3. ഇവിടെ വരുന്നത് 1 ഡിവൈഡ് ബൈ 1.11 റേസ് ടു 4, 1 ഡിവൈഡ് ബൈ 1.11 റേസ് ടു 5. ഇത് ഓരോന്നും കിട്ടണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഇത് കിട്ടണമെങ്കിൽ, അതായത് ഇവിടുത്തത് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ താഴെയായിട്ടൊന്ന് ഈക്വൽ ടു അടിച്ചാൽ മതി. എത്ര വരുന്നത് 81162 ആണ്. ഓക്കെ, അപ്പോൾ 8116 എന്ന് എഴുതാം. 0.8116. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ കോളം വരുമ്പോൾ നാലാമത്തെ റോ, അതായത് ഈ റോ വരുമ്പോൾ ഒന്നും കൂടി ഈക്വൽ ടു എത്രയാണ് വരുന്നത് 73119 ആണ്. അപ്പോൾ 7312 എന്ന് എഴുതാം. 0.7312. അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി നിങ്ങൾ ഈക്വൽ ടു അടിക്കുക. എത്ര വരുന്നത് 0.6587. ഓക്കെ, വൺ മോർ ടൈം ഒന്നും കൂടി അടിക്കുക. ഈക്വൽ ടു എത്ര വരുന്നത് 5935. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ കിട്ടിയിരിക്കുന്ന എമൗണ്ടുകൾ ഇത് ഓരോന്നിനും ഇതുമായിട്ട് ഇൻറ്റു ചെയ്തിട്ട് ഇവിടെ എഴുതുക. ഇതിനെ ഇതുമായിട്ട് ഇൻറ്റു ചെയ്യുക, ഇവിടെ എഴുതുക. ഇതിനെ ഇതുമായിട്ട് ഇൻറ്റു ചെയ്യുക, ഇവിടെ എഴുതുക. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന ഓരോ എമൗണ്ടും, അതായത് ഈ കാണുന്ന 8 ലക്ഷങ്ങളൊക്കെ ഈ കാണുന്ന കറസ്പോണ്ടിങ് ആയി വരുന്ന പി വി ഫാക്ടറായിട്ട്, ഈ കറുപ്പിൽ എഴുതിയിരിക്കുന്ന പി വി ഫാക്ടറായിട്ട് ഇൻറ്റു ചെയ്തിട്ടാണ് ഈ എമൗണ്ടുകളൊക്കെ അവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കുക.
അത് കഴിഞ്ഞിട്ട് നിങ്ങളെല്ലാവരും ഈ എമൗണ്ട് ആഡ് ചെയ്തിട്ട്, അതായത് ഈ ടോട്ടൽ എമൗണ്ട്സ് ഇത് മുതൽ ഇതുവരെയുള്ള ആഡ് ചെയ്തിട്ട് താഴെ ചെയ്ത്, അതാണ് നമ്മുടെ ഇൻടാഞ്ചിബിൾ അസറ്റ് അല്ലെങ്കിൽ പാറ്റന്റിൻ്റെ പ്രസൻറ്റ് വാല്യൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് ദ പാറ്റൻറ്റ്. ആ പാറ്റൻറ്റിൻ്റെ നിലവിൽ അതിൻ്റെ വില എത്രയേ ഉള്ളൂ. ഈ വിലക്ക് നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 5 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ കൊടുക്കുന്നത്. അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എത്ര കൊടുക്കുന്നത്, നമ്മൾ 50 ലക്ഷം കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രസൻറ്റ് വാല്യൂ, അതിൻ്റെ കോസ്റ്റ് ഓഫ് യഥാർത്ഥ വില. റിയൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഈസ് 39,56,720. ഓക്കെ, so the cost of acquisition of the patent ആണ്, cost of acquisition of patent is rupees 39,56,720. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ അല്ലെങ്കിൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് എ ഇൻടാഞ്ചിബിൾ അസറ്റ്. നമ്മൾ അത് ഇതേ കണക്ക് നമ്മൾ പ്രോപ്പർട്ടി പ്ലാൻ ആൻഡ് എക്യുപ്മെൻറ്റിൻ്റെ 16 നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അടുത്തതായിട്ട് ഈ ഒരു ഹെഡിങ് എഴുതുക, എക്സ്ചേഞ്ച് ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ്. അതായത് ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് നമ്മൾ കൈമാറ്റം ചെയ്തിട്ട് മറ്റൊന്ന് നമ്മൾ എക്വയർ ചെയ്യുന്നതിനെ കുറിച്ചുള്ള ജേണൽസ് ആണ് നമ്മളിവിടെ നോക്കുന്നത്. ഒരു ജേണൽ എൻട്രി ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. ശ്രദ്ധിക്കുക, ഇതാണ് ക്വസ്റ്റ്യൻ. എക്സാമ്പിൾ 3, എ പാറ്റന്റ് റൈറ്റ് ഈസ് അക്വയർഡ് ബൈ റാം ലിമിറ്റഡ്. റാം ലിമിറ്റഡ് ആണ് ഒരു പാറ്റന്റ് റൈറ്റ് അക്വയർ ചെയ്തിരിക്കുന്നത്, അവർ കൈപ്പറ്റിയിരിക്കുന്നത് ഫ്രം കുമാർ ലിമിറ്റഡ്. റാം ലിമിറ്റഡ് കുമാർ ലിമിറ്റഡ് നടന്ന് ഒരു പാറ്റന്റ് റൈറ്റ് വാങ്ങിയിട്ടുണ്ട്. ഇൻ എക്സ്ചേഞ്ച് ഫോർ മിനറൽ റൈറ്റ്. അപ്പോൾ റാം ലിമിറ്റഡ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ദേ ഗിവൺ മിനറൽ റൈറ്റ് ടു കുമാർ ലിമിറ്റഡ്. ഇൻ എക്സ്ചേഞ്ച് കുമാർ ലിമിറ്റഡ് ഗിവൺ പാറ്റന്റ് റൈറ്റ് ടു റാം ലിമിറ്റഡ്. അതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ദ മിനറൽ റൈറ്റ് ഇസ് ക്യാരീഡ് അറ്റ് 50 lakh ഇൻ ദ ബുക്സ് ഓഫ് റാം ലിമിറ്റഡ്. അപ്പോൾ ഈ മിനറൽ റൈറ്റിൻ്റെ വില എത്രയാണെന്ന് വെച്ചാൽ, അതിൻ്റെ മൂല്യം എന്ന് വെച്ചാൽ 50 ലക്ഷമാണ്. അപ്പോൾ ഇവിടുന്ന് മിനറൽസ് എക്സ്ട്രാക്ട് ചെയ്യാനുള്ള റൈറ്റാണ്. അതൊരു ഇൻടാഞ്ചിബിൾ അസറ്റാണ്. ഓക്കെ, ഈ ധാതുക്കളൊക്കെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കണമെങ്കിൽ, ഇപ്പോൾ കരിമണൽ ഖനനം ചെയ്യണമെങ്കിൽ അതിന് എന്ത് വേണം, അതിനൊരു ഇങ്ങനത്തെ റൈറ്റ്സ് എടുക്കണം നമ്മൾ. അപ്പോൾ അത് നമുക്ക് എന്താണ്, മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യാൻ വേണമെങ്കിൽ അത് നമ്മുടെ ഒരു അസറ്റാണ്, ഇൻടാഞ്ചിബിൾ അസറ്റാണ്. ഓക്കെ, അപ്പോൾ അത് ഈ മിനറൽ കൊടുത്തിട്ടാണല്ലോ ആര് വാങ്ങുന്നത്, ഈ പാറ്റന്റ് വാങ്ങുന്നത്. അപ്പോൾ മിനറലിൻ്റെ വിലയാണ് എന്ത്, 5 ലക്ഷം. ഗിവ് എൻട്രി. ഗിവ് എൻട്രി മീൻസ് യു ഹാവ് ടു ഗിവ് ജേണൽ എൻട്രി. ഓക്കെ, ഗിവ് എൻട്രി ഇൻ ദ ബുക്സ് ഓഫ് റാം ലിമിറ്റഡ്. റാം ലിമിറ്റഡിൻ്റെ, അതായത് ഇയാളുടെ ബുക്കിലാണ് നമ്മൾ ജേണൽ എൻട്രി ചെയ്തേണ്ടത്. ഇഫ് ദ ഫെയർ വാല്യൂ ഓഫ് ദി പാറ്റന്റ് റൈറ്റ് ഈസ് 5,20,000 ആൻഡ് ദി ഫെയർ വാല്യൂ ഓഫ് മിനറൽ റൈറ്റ് ഈസ് 5 lakh. അപ്പോൾ ഇയാൾ കൊടുക്കുന്നതിൻ്റെ വില 5 ലക്ഷവും ഇയാൾ കൈപ്പറ്റുന്നതിൻ്റെ വില, അതിൻ്റെ ഫെയർ വാല്യൂ ഇപ്പോഴത്തെ നിലവിലുള്ള വില എന്ന് വെച്ചാൽ 5,20,000 ആണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ജേണൽ എൻട്രി എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, സർ ലിമിറ്റഡും കുമാർ ലിമിറ്റഡും ആണ്. നമ്മൾ ഇവിടെ ആരുടെ ജേണൽ എൻട്രിയാണ് എഴുതാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മൾ റാം ലിമിറ്റഡിൻ്റെ ജേണൽ എൻട്രിയാണ് എഴുതാൻ പോകുന്നത്. സോ റാം ലിമിറ്റഡ് ഒരു സംഗതി ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. എന്താ കൊടുത്തിരിക്കുന്നത്, മിനറൽ റൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. മിനറൽസ് എക്സ്ട്രാക്ട് ചെയ്യാനുള്ള റൈറ്റ് ആണ്, അതൊരു ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. അത് കൊടുത്തിട്ട് ഈ റാം ലിമിറ്റഡ് ഹാവ് അക്വയർഡ് എന്താണ് അവർ തിരിച്ചു വാങ്ങിയിരിക്കുന്നത്, പാറ്റന്റ് റൈറ്റ് തിരിച്ചു വാങ്ങിയിട്ടുണ്ട്. മിനറൽ റൈറ്റ് കൊടുത്തിട്ടുണ്ട്, പാറ്റന്റ് റൈറ്റ് തിരിച്ചു വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ മിനറൽ റൈറ്റിൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ 5 lakh ആണ്. ഇയാൾ കൊടുത്തിരിക്കുന്നതിൻ്റെ വില 5 ലക്ഷമാണ്. പക്ഷേ ഇയാൾക്ക് കിട്ടിയിരിക്കുന്ന ഈ പാറ്റന്റ് റൈറ്റിൻ്റെ വില എന്ന് വെച്ചാൽ 5,20,000 പാറ്റന്റ് റൈറ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കിട്ടിയിരിക്കുന്നതിൻ്റെ വില എത്രയാണ്, കിട്ടിയിരിക്കുന്നതിൻ്റെ വില 5,20,000. കയ്യിൽ നിന്ന് പോയിരിക്കുന്നതിൻ്റെ വില എത്രയാണ്, 5 ലക്ഷം. ഓക്കെ, 5 ലക്ഷമാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇയാൾക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ വളരെ സിമ്പിളാണ് അല്ലേ. കയ്യിലേക്ക് വന്നിരിക്കുന്നതിൻ്റെ വില കൂടുതലും കയ്യിൽ നിന്ന് പോയിരിക്കുന്നതിൻ്റെ, അതായത് പകരം കൊടുത്തിരിക്കുന്നതിൻ്റെ വില ആകെ 5 ലക്ഷം ഉള്ളൂ. അപ്പോൾ 20,000 രൂപ എന്താണ് ഇയാൾക്ക് ഇവിടെ പ്രോഫിറ്റാണ്.
ലാഭമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളത് നോട്ട് ചെയ്ത് വെക്കുക. എത്രയാണ്? 20,000 രൂപ എന്താണ് 20,000 പ്രോഫിറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. നിങ്ങൾ എഴുതിയെടുത്തിട്ടെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ പറയാൻ പോകുന്ന ജേണൽ എൻട്രി പ്രോപ്പറായിട്ട് എഴുതിയെടുക്കുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, അക്കൗണ്ടിങ് റൂൾ ശ്രദ്ധിക്കണം. അക്കൗണ്ടിങ് റൂള് ഇവിടെ ഇൻടാഞ്ചിബിൾ അസറ്റാണ്. ഓക്കെ, ഈ പാറ്റൻ്റ് ഒക്കെ എന്താണ്? അസറ്റാണ്. അപ്പോൾ അസറ്റിൻ്റെ റൂൾ എന്താണെന്ന് വെച്ചാൽ, അസറ്റ് ഇൻക്രീസ് ആവുകയാണെങ്കിൽ, അസറ്റ് നമ്മുടെ കയ്യിലേക്ക് വരികയാണെങ്കിൽ, ഇഫ് അസറ്റ് ഈസ് കമ്മിങ് ടുവേർഡ്സ് അസ്, അസറ്റ് നമ്മളെ കയ്യിലേക്ക് ആഡ് ആവുകയാണ്, നമ്മളെ കയ്യിലേക്ക് വരികയാണെങ്കിൽ വി ഹാവ് ടു ഡെബിറ്റ് ദ അസറ്റ്. കയ്യിലേക്ക് വരുന്ന സാധനങ്ങളെ ഡെബിറ്റ് ചെയ്യുക. അസറ്റ് ഗോയിങ് ഔട്ട് അസറ്റ്, അല്ലെങ്കിൽ അസറ്റ് കയ്യിൽ നിന്ന് പോവുകയാണെങ്കിൽ അതിനെ ക്രെഡിറ്റ് ചെയ്യുക. ഈ റൂള് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, ഇഫ് ദ അസറ്റ് ഈസ് ഇൻക്രീസിങ്, അതായത് നമ്മളെ കയ്യിലേക്ക് അസറ്റ് വന്ന് ചേരുകയാണ്, അപ്പോൾ അതിനെ ഡെബിറ്റ് ചെയ്യുക. അസറ്റ് കയ്യിൽ നിന്ന് പോകുകയാണെങ്കിൽ അതിനെ ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ എഴുതാനുള്ളത്, നമ്മളിലേക്ക് എന്താ വരുന്നത്? നമ്മൾ ആരതാ തയ്യാറാക്കുന്നത്? ആരാ ബുക്സാണിത്? ഇത് രാം ലിമിറ്റഡിൻ്റെ ബുക്സാണ്. ഓക്കെ, രാം ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനീൻ്റെ ബുക്സാണ്. അപ്പോൾ ഇവരിലേക്ക് എന്താ വരുന്നത്? പാറ്റൻ്റാണ് വരുന്നത് അല്ലേ? പാറ്റൻ്റ് റൈറ്റ് അക്കൗണ്ട് ഡെറ്റർ, പാറ്റൻ്റാണ് വരുന്നത്. ആ പാറ്റൻറ്റിൻ്റെ വില എത്രയാണെന്ന് വെച്ചാൽ 5,20,000 ഇവരുടെ കയ്യിൽ നിന്ന് എന്താ പോകുന്നത്? അപ്പോൾ ഇത് ഡെബിറ്റ് ചെയ്ത്, ഈ അസറ്റിനെ ഡെബിറ്റ് ചെയ്ത്, ഇനി ഇവരുടെ കയ്യിൽ നിന്ന് എന്താ പോകുന്നത്? ഇതിന്ന് കുറച്ച് പുറത്തേക്ക് എഴുതണേ. ഇത് ഞാനിവിടെ തെറ്റിപ്പോയത് കൊണ്ടാണ്. ശരിക്കും ഈ അറ്റത്തേക്കാണ് എഴുതേണ്ടത്. അതായത് ഡെബിറ്റിൽ എഴുതുന്ന ഐറ്റംസ് ഇങ്ങോട്ടേക്ക് എഴുതേണ്ടത്, ക്രെഡിറ്റിൽ എഴുതുന്നത് കുറച്ച് എന്താണ് ഇവിടുന്ന് ചെറിയൊരു ഇൻഡൻറ്റേഷൻ വെച്ചിട്ട് എഴുതുക. ടു മിനറൽ റൈറ്റ് അക്കൗണ്ട്. എത്രയാണ് മിനറൽ റൈറ്റിൻ്റെ വില? 5 ലക്ഷം. ഇതിൻ്റെ വില 5,20,000, ഇതിൻ്റെ വില 5 ലക്ഷം. പ്രോഫിറ്റ് വന്നിട്ടുണ്ട് അല്ലേ? ആ പ്രോഫിറ്റും അക്കൗണ്ട് കാണിക്കണം. അത് ക്രെഡിറ്റ് തന്നെ എഴുതുക. എന്നാലേ എന്തേ ഉള്ളൂ? അക്കൗണ്ട് ടാലി ആവുള്ളൂ. ടു പ്രോഫിറ്റ് ഓൺ എക്സ്ചേഞ്ച് ഓഫ് മിനറൽ റൈറ്റ് അക്കൗണ്ട്. എത്രയാണ് നമ്മുടെ പ്രോഫിറ്റ് വന്നിരിക്കുന്നത്? 20,000 രൂപ. നറേഷൻ എഴുതുക. ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ബീയിങ് എക്സ്ചേഞ്ച്ഡ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലൈന് നീട്ടി വരയ്ക്കുക. നിങ്ങൾ നറേഷൻ കഴിയുന്ന വരെ ലൈന് എത്തണം. ലൈന് നീട്ടി വരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ഒരു കോളത്തിൽ മാത്രം, പെർട്ടിക്കുലേഴ്സ് കോളത്തിൽ മാത്രം താഴെ ലൈന് വരയ്ക്കുക. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ ജേണൽ എൻട്രി തയ്യാറാക്കേണ്ടത്.